അതുതന്നെയാണ് പ്രധാന വാർത്ത. പ്രധാന സേവകന്റെ വരവ്, തലസ്ഥാന നഗരിയുടെ കാത്തിരിപ്പ്, അനന്തപുരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് അഗ്നിച്ചിറകേകാൻ എത്തുകയാണ് ശ്രീ നരേന്ദ്രമോദി. വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റുമായാണ് പ്രധാനമന്ത്രി വരുന്നതെന്നുള്ള ഹൈപ്പൊക്കെ ഉണ്ട്. അപ്പോഴും മേയർ വി രാജേഷ് പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഒറ്റ പൊതുയോഗം കൊണ്ട് ഒറ്റ പ്രഖ്യാപനം കൊണ്ട് മൊത്തം വികസനം വരില്ല. പ്രധാനമന്ത്രിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വളരെ സമഗ്രമായി ഇതൊക്കെ കമ്പൈൽ ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊരു വികസന പാതയിലെ വിളംബരം ശംഖുലിയാകും ഇന്നത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്നുള്ളത് വ്യക്തമാണ്. ടീം ജനം, നേരത്തെ രോഹിണി പറഞ്ഞ പോലെ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടീം ജനം, നമ്മുടെ ലേഖകർ, നമ്മുടെ ക്യാമറ ടീം, നമ്മുടെ ടെക്നിക്കൽ ടീം, സപ്പോർട്ട് ടീം എല്ലാം സന്നിഹിതരായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള വിവിധ വശങ്ങൾ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമഗ്ര കവറേജുമായി ഇപ്പോൾ നാം പോകുന്നത് നേരെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ്. പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇറങ്ങുക തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലാണ്. പക്ഷേ അദ്ദേഹം പാസഞ്ചർ ടെർമിനലിലൂടെ അല്ല പുറത്തു വരിക. ടെക്നിക്കൽ ഏരിയ എന്ന് പറയുന്ന സൈന്യത്തിനും എയർഫോഴ്സിനും VIP-കൾക്കും ഒക്കെ ഇയർമാർക്ക് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ഏരിയയിലൂടെയാണ് അദ്ദേഹം പുറത്തു വരിക. ആ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്താണ്? അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ്? എപ്പോഴേക്കാണ് പ്രധാനമന്ത്രി എത്തുക? ഇനി ഏതാണ്ട് ഒരു 2 മണിക്കൂർ മാത്രമാണ് ബാക്കി എന്ന് കരുതുന്നു. മനോജ്. പ്രദീപുള്ള, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപമാണ് നിൽക്കുന്നത്. സാധാരണയിൽ നിന്നും പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനേക്കായി കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതായത് സാധാരണ മാധ്യമങ്ങൾക്ക് ഈ ടെക്നിക്കൽ ഏരിയയ്ക്ക് ആ ഗേറ്റിന് സമീപം തന്നെ പ്രവേശനമുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അടുത്ത സ്ഥലത്തേക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് നിൽക്കുവാനുള്ള നിർദ്ദേശമാണ്. കാരണം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനുള്ള വാഹന വ്യൂഹം അല്പസമയം മുമ്പ് തന്നെ ഈ ടെക്നിക്കൽ ഏരിയയിലൂടെ ഈ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അനന്തപുരിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം നൽകുവാൻ തന്നെയാണ് ഓരോരുത്തരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ ഈ റോഡിന് ഇരുവശങ്ങളിലുമായുള്ള ബാരിക്കേഡുകളിൽ ആളുകളെത്തും. അവരൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ അങ്ങനെ കാത്തു നിൽക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ടെക്നിക്കൽ ഏരിയയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ബാരിക്കേഡുകളുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായും ഈ ഗേറ്റിന് മുൻപിലുള്ള വശം, അതായത് ഈ കടലും അതോടൊപ്പം തന്നെ ഈ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയും തമ്മിലുള്ള ഒരു മറ ഇപ്പോൾ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ പരിശോധന, അതോടൊപ്പം SPGയുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതായത് ഓരോ വാഹനങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ കൃത്യമായി പരിശോധിച്ച് ഉള്ളിലേക്ക് കയറ്റിവിടുന്നു. അതോടൊപ്പം തന്നെ ഈ വാഹന വ്യൂഹം അത് കൃത്യമായും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഉള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കനത്ത സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നിന്നും ഇത്തവണ അത് കൃത്യമായും അറിയുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ പാത വഴിയാണ് കടന്നു വരിക. അതായത് ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ആ ഗേറ്റ് തുറക്കുമ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഓരോ വാഹനമായി ഈ പാത വഴി ഇങ്ങനെ കടന്നു വരും. അതിനുശേഷം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ തവണയും ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകൃഷ്ടരാക്കിക്കൊണ്ട് അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ആ നിമിഷങ്ങളാണ്. അത് ആ റോഡിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ അവിടെ ഈ അനന്തപുരിയിലെ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അണിനിരക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും റോഡ് ഷോയും വലിയ തരത്തിലൊരു ആവേശകരമായി മാറും എന്നതിന് മാറ്റമില്ല. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖ അത് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇത്തവണ ഈ
മേയർ സ്ഥാനത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് വി രാജേഷാണ്. അദ്ദേഹം കൃത്യമായും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കോർപ്പറേഷൻ്റെ ഭരണത്തെക്കുറിച്ചും ഇനി മുന്നോട്ട് വെക്കുന്ന വികസനത്തെക്കുറിച്ചും BJP നേതൃത്വവും നേരത്തെ വ്യക്തമാക്കിയതാണ്. ഏതൊക്കെ തരത്തിലാണ് അനന്തപുരി വികസന മാറ്റത്തിലേക്ക് കടക്കാൻ പോകുന്നതെന്ന് കൃത്യമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വികസന പദ്ധതികളുടെ പ്രഖ്യാപനം അതുണ്ടാകുമെന്നതിൽ മാറ്റമില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് BJPയുടെ മേയർ എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് മേയർ പ്രധാനമന്ത്രിയെ സ്വന്തം നാട്ടിലേക്ക്, അതായത് ഈ അനന്തപുരിയിലേക്ക് സ്വീകരിക്കുകയാണ്. ആ ഒരു സമയമെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനകരമായിട്ടുള്ള നിമിഷം. അതായത് കഴിഞ്ഞ തവണ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞിരുന്നു, BJP വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷനിലേക്ക് പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തുമെന്ന്. എന്നാൽ 45 അല്ല 27 ദിവസത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തുകയാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ആവേശകരവും ആഹ്ലാദകരമായി മാറ്റുന്നത്. അതോടൊപ്പം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതും. അതായത് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളൊക്കെയും പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നിടത്താണ് ആ ഭരണ മികവെന്ന് പറയുന്നത്. അതിലാദ്യം മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രി എത്തും, ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികൾ, കേരളത്തിന് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുമെന്നുള്ളത്. എന്തായാലും അമൃത് ഭാരത് ട്രെയിൻ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര പദ്ധതികളടക്കം ഇന്ന് ഈ ഒരു വേദിയിൽ അദ്ദേഹം അതിനുവേണ്ട ആദ്യ തറക്കല്ലിടുന്നു. അതോടൊപ്പം തന്നെ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. എന്തായാലും ഈ ചടങ്ങിലേക്കൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് പാർട്ടി പ്രവർത്തകർക്കുപരി പൊതുജനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുവാൻ വേണ്ടി ഇന്ന് അനന്തപുരിയിലെ നഗരത്തിലേക്ക് എത്തുക. എന്തായാലും പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഈ ചടങ്ങിലേക്ക് അദ്ദേഹം ആദ്യം വന്നിറങ്ങുന്നത് ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്നാണ്. വിമാനത്തിൽ വന്നിറങ്ങി അവിടെ നിന്നും വാഹനവ്യൂഹം വഴി പോയി അവിടെ നിന്നും റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഈ പുത്തരിക്കണ്ടത്തേക്ക് വരുന്നത്. പുത്തരിക്കണ്ടത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഈ ചടങ്ങുകൾക്കായി, അതായത് BJPയുടെ ചടങ്ങുകൾക്കായി മറ്റൊരു വേദി കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹം അതായത് കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹം അടുത്തതായി ഈ അനന്തപുരിയുടെ വികസന രേഖ തന്നെയാണ്, ആ ബ്ലൂ പ്രിന്റ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസം അത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നൽകുന്നത് അത് ചെറുതല്ല, ചെറിയൊരു ആത്മവിശ്വാസമല്ല. ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പ്രധാനമന്ത്രി ഈ നേരിട്ടെത്തി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്താണ് വികസനം എന്നുള്ളതിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് എത്തരത്തിൽ നടപ്പിലാക്കണം എന്നത് അത് പ്രാവർത്തികമാക്കുകയാണ്. മനോജാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ നിന്ന് ഇപ്പോൾ തത്സമയം ഉള്ള വിവരങ്ങൾ നൽകിയത്.